കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലുള്ള വെള്ളൂരിലേക്ക് എയിംസ് പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് യൂടോഗ് നടത്തിയ വേറിട്ടതും ശ്രദ്ധേയമായ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നു. വെള്ളൂരിൽ എയിംസ് സ്ഥാപിച്ചാൽ അത് പ്രാദേശിക വികസനത്തിനും പൊതുജനാരോഗ്യ രംഗത്തിനും എത്രത്തോളം വലിയ തണലാകുമെന്നതിനെക്കുറിച്ച് യൂടോഗ് ടീം കഴിഞ്ഞ ദിവസമാണ് സമഗ്രമായ ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തുവിട്ടത്. യൂടോക്കിന്റെ ഈ റിപ്പോർട്ട് ജനശ്രദ്ധ നേടുകയും വലിയ ചർച്ചയാകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ആരോഗ്യവകുപ്പും ഭരണകൂടവും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. DMO, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ നേരിട്ടെത്തി വെള്ളൂരിലെ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് വരാനിരിക്കുന്ന എയിംസ് പദ്ധതിക്കായുള്ള സാധ്യതാ പട്ടികയിൽ വെള്ളൂരിന് പ്രത്യേക പരിഗണനയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ വൈക്കം MLA ശ്രീ ബിനിമോൻ ടെലിഫോണിലൂടെ യൂടോക്കിനോട് പ്രതികരിച്ചു. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളത് കാണുന്നത്. കാര്യം വെച്ചാല് ഈ കേരളത്തിലെ എയിംസ് വരുന്നതിന് വേണ്ടി ഏകദേശം 7 or 8 സ്ഥലങ്ങളാണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് എന്ന് കണ്ട വെള്ളൂർ HVC, പഴയ വെള്ളൂർ HVC, HNL ഭാഗമായിട്ട് വരുന്ന പ്രദേശത്ത് വരുന്ന വെള്ളൂർ വൈക്കം നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള വ്യവസായ പാർക്കാണത്. അതിൻ്റെ അകത്ത് 700 ഏക്കറാണ് സർക്കാർ KPPL ഭാഗത്തായിട്ട് ഉള്ളത്. അത് സർക്കാരിന്റെ വസ്തുവാണ്. ഞാൻ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞു. 1 രൂപ പോലും മുടക്കണ്ട, സർക്കാരിന് കോടാനുകോടി രൂപയുടെ നഷ്ടം വരുന്നില്ല, ഒരാളെ പോലും ഇറക്കി വിട്ട് അവരുടെ കണ്ണീർ വീഴേണ്ടി വരുന്നില്ല. പിന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വൈദ്യുതി HNL-ലും KRL-ലും റബ്ബർ പാർക്കിൻ്റെമായിട്ട് ബന്ധപ്പെടുന്ന 110 kV വരുന്ന 2 സബ് സ്റ്റേഷനുകളാണുള്ളത്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ട് സ്ഥിരം കറണ്ട് ലഭ്യത വളരെ കൂടുതലാണ്. പിന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ വരുന്നത് ശുദ്ധജലം ആയിട്ടുള്ള മൂവാറ്റുപുഴ ആറ്റിൽ എപ്പോഴും ശുദ്ധജലം ലഭിക്കുന്നു എന്നുള്ളതാണ്. സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അനുയോജ്യമായി യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഇതിനോട് പ്രദേശത്ത് കൂടി ഏറ്റവും കൂടുതൽ ഹൈവേ വരാൻ പോകുന്നു. അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള ഏകദേശം സറൗണ്ടിങ്സ് വരുന്ന റോഡുകളിലെല്ലാം കൂടി മറ്റ് ജില്ലകളിൽ നിന്നും സൗകര്യപ്രദമായി ഈ ഭാഗത്തേക്ക് ആൾക്കാർക്ക് വന്ന് പോകാൻ കഴിയും. അങ്ങനെ പിന്നെ അതുകൂടാതെ എന്ന് പറയുന്നത് 58 കിലോമീറ്റർ മറ്റേ സഞ്ചരിച്ചാൽ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇതിനോട് സമീപത്തായി ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചേർത്തല, എറണാകുളം, കോട്ടയം, അങ്ങനെ ഒട്ടനവധി പ്രദേശത്തു നിന്നും ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ നിന്ന് വരാൻ പറ്റും. ഇനി പോട്ടെ, മറ്റേ കനാൽ മാർഗം ഏറ്റവും കൂടുതൽ വൈക്കത്ത് ബോട്ട് സർവീസ് ഉള്ള ഒരു മേഖലയാണ്. അങ്ങനെ നോക്കിയാലും എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് എത്തുവാൻ കഴിയും. അങ്ങനെ ഏത് വിധത്തിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വെള്ളൂർ KPPL ഭാഗമായിട്ട് വരുന്ന 700 ഏക്കർ. അതിനകത്ത് 200 ഏക്കറിൽ കൂടുതൽ വസ്തു നിശ്ചയമായി ഇതിന് മാറ്റിവെക്കാൻ കഴിയും സർക്കാർ തീരുമാനിച്ചാൽ. ബഹുമാന്യനായിട്ടുള്ള K. മുരളീധരൻ മിനിസ്റ്റർ ഇതിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ ആ പിന്തുണ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീം മുഴുവൻ അതിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം നമ്മുടെ വൈക്കം പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്രദേശം കാണുവാൻ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് സെക്രട്ടറി IAS സന്ദർശിക്കുകയും അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് സ്ഥല സൗകര്യവും അതിന്റെ ഫെസിലിറ്റികൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ആദ്യം ഇങ്ങോട്ട് വരാൻ കാണിച്ചിട്ടുള്ള അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും വൈക്കത്തെ ജനങ്ങളുടെ ഒരു വികസന പ്രതീക്ഷ ആണ് എയിംസ് വരിക എന്നുള്ളത്. അതിന് സാധ്യത കൂടുതലായി കാണുന്നു എന്നുള്ളത് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള എനിക്ക് വളരെ സന്തോഷമാണ് നൽകുന്നത്. അതുപോലെ ഇതിന്റെ പിന്നിൽ നിരവധി ജനപ്രതിനിധികളുണ്ട്, ഈ പ്രദേശവാസികളുണ്ട്, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒട്ടനവധി പേർ വളരെ വർഷങ്ങളായി ഇതിന്റെ പിന്നിൽ തന്ന് പ്രവർത്തിക്കുക. അപ്പോ അവിടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷ തീർച്ചയായും ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള വൈക്കം നിയോജകമണ്ഡലത്തിലെ വെള്ളൂർ എന്ന സ്ഥലത്ത് HVCയോട് ചേർന്ന്, അതായത് KPPL ഭാഗമായിട്ടുള്ള പ്രദേശത്ത് ഇതിന് സുലഭമായിട്ടുള്ള സ്ഥലം ലഭ്യമാണ്. അവിടെ തന്നെ ഈ എയിംസ് വരണം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. അതുകൂടാതെ ഇത്
അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റാണ്. അവരിലേക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ട് വളരെ അനുകൂലമായി വൈക്കത്തിന് ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വൈക്കത്തെ ജനപ്രതിനിധി എന്ന എനിക്ക് ഇതിൽ പറയാനുള്ളത്. നാടിന്റെയും പ്രദേശവാസികളുടെയും വികസന സ്വപ്നങ്ങൾക്ക് ഊർജം പകരാൻ യൂടോഗ് നടത്തിയ കൃത്യമായ മാധ്യമ ഇടപെടലിന് ലഭിച്ച വമ്പൻ അംഗീകാരമാണ് ഈ ദ്രുതഗതിയിലുള്ള നടപടി.